ബാല ആരാ? എന്താ വേണ്ടത്? ഈ ഉണ്ണിത്താന്റെ വീട് തന്നെയല്ലേ? ഈ ഉണ്ണിത്താനല്ല, കാര്യസ്ഥൻ രാമൻ ഉണ്ണിത്താനാ ഞാൻ. എന്റെ വീടായി. ഞാൻ ഇനി ചിറ്റാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അല്ല, എത്ര ഉണ്ണിത്താന്മാരുണ്ട് നാട്ടില്? എന്നാൽ ഏത് ഉണ്ണിത്താനാണെന്നുള്ള പകുതിരിച്ചായിട്ട് പറഞ്ഞിട്ടുമില്ല. ഈ ഉണ്ണിത്താന്മാർ ഇത്തിരി ജനം വരുത്ത വകയായിരിക്കും. എവിടെന്നാ? ഇന്ന മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് അബ്ദുള്ള, മലപ്പുറത്തുനിന്നാ. ഓഹോ. നിങ്ങൾക്ക് തരാൻ ബാലൻ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ മേടിച്ചെന്നേ. ആ പൈസ റെഡി ആയിട്ട് ഓൻ വിളിച്ചു പറഞ്ഞു. അത് കൊണ്ടുപോകാനാണ് ഞാൻ വന്നേ. അപ്പളേ പൈസ മാത്രം പോരാ, അതിന്റെ പലിശയും കൂടി എടുത്തോളി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതോ, ഇയാൾ ആൾ കണ്ടമാതിരി അല്ലല്ലോ, വളരെ ഡീസന്റ് ആണ് കേട്ടോ. ഇതാ പണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് വെക്കണം അവിടെ. വെക്കാൻ. അതെന്താ ഉണ്ണിത്താൻ അങ്ങനെ? നീ കൊണ്ടുപോവോ പണം? കൊണ്ടുപോവോന്ന്? അതിനല്ലേ ഞാൻ വന്നത്. നിങ്ങൾ ആളെ വിളിച്ചായിരുന്നു മക്കാറാക്ക. ഉണ്ടായിട്ടൊന്നും അതൊന്നും അടുത്ത് വേണ്ട കേട്ടോ. കള്ളൻ കള്ളൻ. ഒരു പാവത്തിനെ കുറച്ചു വരെ ചേർന്ന് ഇടിക്കുക. ആ ഉണ്ണിത്താൻ ചേട്ടന്റെ വീട്ടിൽ കക്കാക്കരെ കള്ളനവൻ. എന്നാ ഇടിച്ച് സൂപ്പാക്കവൻ. കണ്ടോ, ഓനെ കണ്ടിട്ട് ഓടിയാ. എടാ നിക്കടാ അവിടെ. കണ്ടോ, ഓനെ കണ്ടിട്ട് ഓടിയതാ. ഇപ്പൊ മനസ്സിലായില്ലേ? എടാ അതൊന്നും ഞാൻ വിടൂല. നിനക്ക് നായിന്റെ മോനെ ഭ്രാന്തന്റെ ബാപ്പക്കാരൻ. എന്റെ ഭ്രാന്ത പാപ്പയാ ഓടി വരണ. പിടിച്ചോട് പിടിച്ചോട്. അവിടെ അന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ കള്ളന് ഇപ്പൊ ഭ്രാന്തനില്ലേ? ഓടി വരാ. രക്ഷിക്കണേ രക്ഷിക്കണേ. എന്തിനാണ് ഓടുന്നത്? കാര്യമൊക്കെ പിന്നെ പറയാം. നീ കാര്യം പറ. നിന്റെ ഓപ്പറേഷൻ ഇപ്പോഴേ പൊളിഞ്ഞോ? അയ്യോ അതൊന്നും അല്ല, അബ്ദുള്ള ഓടി വരണുണ്ട്. അങ്ങനെ പരട്ടി ഉരുട്ടി കുപ്പിയിലാ കളിയാ. ഇല്ലെങ്കിൽ എന്റെ ആരും പോക്ക. അത് ഞാൻ ഏറ്റു. എന്റെ ദൈവം, അബ്ദുള്ള മക്കാറാക്കി രക്ഷപ്പെടാന്ന് കരുതില്ലേ? പള്ള ഞാൻ കുത്തി കയറും. ഇന്നോട് വാങ്ങിയ പൈസ വയ്ക്കാൻ വന്നപ്പോ കത്തിയാട്ടി വരച്ച നാട്ടുകാരെ വിട്ട് അടുപ്പിക്കാം. ഇത് ഇവിടുത്തെ മര്യാദയാണ്ടാ. ആര്? അന്റെ ഉടിത്താൻ. അയ്യോ ഇക്കയ്ക്ക് ആള് മാറിപ്പോയി. അങ്ങർക്ക് വട്ട. അല്ല, എന്നാ അതിനോട് ആദ്യം പറയണ്ടേ? പണം തരാനുള്ളത് ആ വട്ടന്റെ മോനാ. അത് വേറൊരു ഉണ്ണിത്താൻ. പണം റെഡിയാണിക്ക. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇക്കാനെ വിളിച്ചു വരുത്തോ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ പണം വേറൊരാളുടെ ഇരിക്കുക. അത് നമ്മുടെ കയ്യിലാവണമെങ്കിൽ ഒരു ചെറിയ നാടകം കളിക്കണം. ഇയാള് തമാശാക്ക. എടോ, നാടകം കളിച്ചാൽ 50,000 ഉറുപ്പിക കിട്ടാൻ ഏത് മടനാ തരിക? അയ്യോ അങ്ങനത്തെ നാടകമല്ലേ ഇക്ക. ഇക്ക ഈ വേഷം കളഞ്ഞിട്ട് വേറൊരു വേഷം ഇടണം. ഇതിന്റെ വേഷം അല്ലാന്ന്. അന്നെ തെരഞ്ഞെടുത്ത് നാട്ടുകാർ അടിച്ചാക്കിയതാ. അയ്യോ ഇതൊന്നും അല്ല ഇക്ക, വേറൊരാളാവണം. ആ അതിന് തയ്യാറാണെങ്കിൽ 50,000 അല്ല 1,00,000 കൊണ്ട് ഇക്കയ്ക്ക് ഇവിടുന്ന് പോകാം. അതിനുള്ള വകുപ്പുണ്ടിക്ക. അന്നെ വിശ്വസിച്ചതാ അണ്ടർവെയർ വരെ എത്തി. ഇനി ഇതും കൂടി കളയാനാണല്ലോ എന്റെ പ്ലാന്. ഇക്ക ഈ നാടകം ഏറ്റാ 1ഉം 2ഉം അല്ല 1000 അണ്ടർവെയർ ഇക്കയ്ക്ക് വാങ്ങിക്കാം. ഉറപ്പാ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ. എനിക്ക് 1,00,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടണം. തരാം തരാം. അല്ല ഇതാര്? മീനോ? എന്താ ഇവിടെ? അത് കൊള്ളാം. എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ എന്നോ? സോറി, ഞാനതങ്ങ് മറന്നുപോയി. അത് പിന്നെ പണ്ടേ ഉള്ളതാണല്ലോ. ഇദ്ദേഹം? ഞാൻ പറയാറില്ലേ, എന്റെ വല്യമ്മാവൻ. നമസ്കാരം. ബാംഗ്ലൂരിൽ എന്റെ ഒപ്പം പഠിച്ച രേവതിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹോസ്റ്റലിലെ ഭക്ഷണം മടുക്കുമ്പോഴൊക്കെ ഞാൻ പോയി താമസിക്കാറുള്ളത് രേവതിയുടെ വീട്ടിലാ. അവളുടെ ബ്രദറാ ബാബുരാജ്, വലിയ ബിസിനസ് കൺസൾട്ടന്റ്. മിസ്റ്റർ ബാബുരാജ് ഇവിടെ ഒരു ഒഫീഷ്യൽ വിസിറ്റാ. ഇവിടെ അടുത്ത് കവളപ്പാറ ബീറ്റ ഗ്രൂപ്പ് ഒരു ഫാക്ടറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ പ്രോജക്ട് ഫീസിബിലിറ്റി സ്റ്റഡി, പ്രൊമോഷൻ ആൻഡ് ഫ്ലോട്ടേഷൻ മെഷേഴ്സ് അതൊക്കെ നടത്താനുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇവിടത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസം. പിന്നെ അല്പ ഭക്തിയുണ്ട്. ഇവിടത്തെ ദേവീ ക്ഷേത്രം വളരെ ശക്തിയുള്ളതാണെന്ന് കേട്ടപ്പോ ഐ ജസ്റ്റ് മിസ്റ്റർ ബാബുരാജ്, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. വിളിച്ചാ വെളിപ്പുറത്തെത്തുന്ന ദേവിയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അല്പ തിരക്കുണ്ടേ. ഒന്ന് നിന്നേ. അതെന്ത് പോക്കാ?
നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ എന്ന് കരുതി പാവങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പൊക്കൂടെ? വരാലോ, ഒരാഴ്ച ഞാനിവിടെ ഉണ്ടാവും. പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വരാം. I'll definitely come in. അതൊന്നും പറ്റില്ല. ഇന്നത്തെ ലഞ്ച് വീട്ടിൽ നിന്നാവണം. പറയ വലിയമാവാ. മിസ്റ്റർ ബാബുരാജ്, ഇവളിങ്ങനെയാ, കൊച്ചു പിള്ളേരുടെ സ്വഭാവ. ഇന്നിപ്പോ ബാബുരാജ് വന്നില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇരുത്തി പൊറിപ്പിക്കില്ല. അത് വലിയ കഷ്ടമാണല്ലോ സാർ. ഏ? ആ, എന്നാൽ അങ്ങനെ ഒരു പിണക്കം വേണ്ട, ഞാൻ വരാം. എടാ ബാബുവേ, നീ എന്തു പണിയാ കാണിച്ചേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അല്ലേ? അല്ല, ഇതാര് മീനോ? നല്ല ആളാ. ബാംഗ്ലൂരിൽ നിന്ന് പോന്നപ്പോ ഒരു വാക്ക് പോലും പറയാണ്ട് മുങ്ങിയല്ലേ? അല്ലെങ്കിൽ ഈ മലയാളികൾ ഇങ്ങനെയാ, ഒരു സ്നേഹം ഉണ്ടാവില്ല. ഇതാരാ മനസ്സിലായില്ലല്ലോ. അല്ല, എനിക്ക് മനസ്സിലായി. മീനുവിന്റെ അമ്മാവനല്ലേ? ആ, ഞാൻ ബാഹുലേൻ, ഇവന്റെ കുഞ്ഞുമേടെ മോനാ. ഇവന് ഈ ബിസിനസ് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കൂടെ കൂടിയിരിക്കുക. വേണമെങ്കിൽ ഒരു പിയെന്നൊക്കെ പറയാം അല്ലടാ. എന്നാ ബാഹുലേനും വരണം. മിസ്റ്റർ ബാബുരാജിന് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം. അയ്യോ, ഞാനത് കൊണ്ട് പറയാതിരിക്കായിരുന്നു. കുറെ നാള് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ലേ, അതിന് പകരം വീട്ടിലില്ലെങ്കിൽ അതൊരു മോശമല്ലേ അല്ലേ മീനു? ഇന്ന് ഉച്ചയ്ക്ക് നിനക്ക് വേറെ എവിടെ പോണോന്ന് പറഞ്ഞില്ലേ? അതെ, അത് മീനുവിന്റെ വീട്ടിലേക്കായിരുന്നു. എന്നാ ശരി. ഓ, വണക്കം വണക്കം. എന്താണ് നിന്റെ ഉദ്ദേശം? അതന്നെ എനിക്കറിയാനുള്ളത്. എന്താണ് നിന്റെ ഉദ്ദേശം? നിന്നൊന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. അന്ന് നീ ഒരു കാര്യത്തിന്റെ വേഷം കെട്ടി കള്ളക്കഥകൾ പറഞ്ഞ് എന്നെ നീ കുറെ കളിപ്പിച്ചില്ലേ? ആ തടിയന്മാരെ തല്ലുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ ചാകാൻ കിടന്നപ്പോഴേ നീയോ അവളെന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇതിലെന്തോ കള്ളക്കളി ഉണ്ട്. ഇത് ഞാൻ പൊളിക്കും. പൊളിച്ച് നിന്റെ പമ്പരം കറക്കണ പോലെ കറക്കട മോനെ. ശങ്ക, ചതിക്കരുത്. നിനക്കിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം, ഇതൊന്നും ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാനാ. ഈ ദേവിയാണ് സത്യം. സത്യമുള്ള ദേവിയാ. അതുകൊണ്ടാ ഈ ദേവിയെ കൊണ്ട് സത്യം ചെയ്തത്. നീ ഉപദ്രവിക്കരുത്. നടന്നതല്ല ഞാൻ നിന്നോട് പറയാം. നീ വാ. എന്നാ വാ. എന്താണ് നോക്കി നിൽക്കുന്നത്? പോയി കൂട്ടിക്കൊണ്ട് പാടാ. പറഞ്ഞത് കേട്ടില്ല. എന്റെ അമ്മേ. മീനുക്കുട്ടി പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാ എത്തിയത്? ഞെട്ടണ്ട. ഞാൻ മിസ്റ്റർ ബാഹിലൻ ബി എ, ഇത് മിസ്റ്റർ ബാബുരാജ് MBA. നിങ്ങൾ? ഞാൻ കാര്യസ്ഥൻ ഉണ്ണിത്താൻ. അയ്യേ, അയ്യോ. കേട്ടോ മോളെ, ഞങ്ങൾ ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുക. എന്താ? ബാബുരാജിനെ ഇനി ഇവിടുന്ന് വിടുന്നില്ല. ഓ. കമ്പനിയുടെ ബിസിനസ് 4 ഇരട്ടി വർദ്ധിപ്പിച്ചു തരാമെന്ന് ഏറ്റിരിക്കുക. അയ്യോ, അങ്ങനെ തീർത്ത് പറയണ്ട. ഞാനൊരു പ്രപ്പോസൽ വെച്ചെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, ആ പ്രപ്പോസല് ഞങ്ങളും സ്വീകരിച്ചില്ലേ, പിന്നെന്താ? അതുകൊണ്ടായില്ലല്ലോ. ബീറ്റ കമ്പനിക്കാരോട് ആരെന്ത് സമാനം പറയും? മഹീന്ദ്രോട് എന്ത് സമാനം പറയും? ഇവിടെ എല്ലാം പോകുന്നത് നമ്മൾ ഏറ്റല്ലേ മിസ്റ്റർ ബാബു? ബാഹു, അവിടെ ഒന്നും നമ്മൾ പോകാതിരിക്കുന്നില്ലല്ലോ. കൂടിയാൽ 1 മാസം. ആദ്യം ഈ കമ്പനി ഒന്ന് ഡെവലപ്പ് ആകട്ടെ, എന്നിട്ട് അടുത്ത കമ്പനി ഡെവലപ്പ് ആക്കാം. സ്റ്റേജ് ബൈ സ്റ്റേജ്, ഗ്രാജുവലി, ഓൺ ബൈ ഓൺ. ഇയാളാണല്ലോ എല്ലാം കുഴപ്പിക്കുന്നത് ബാബുരാജ. തലേക്കാളാട്ടം വാലിനാ. ഈ വാലാടുന്നതുകൊണ്ടാണല്ലോ ഈ തലവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ച് അധികം ആട്ടണ്ട അപ്പോ ബാബു സാർ പറയുന്നത് കമ്പനിയിൽ അധികം സ്റ്റോക്ക് ഉണ്ടാകാൻ പാടില്ലെന്നാണോ? എന്നല്ല, നമ്മുടെ മെറ്റീരിയൽസ് വിറ്റഴിക്കാൻ കഴിയാതെ കെട്ടിക്കിടന്നാൽ അത് ഡെഡ് മണി ആവില്ലേ? ഡെഡ് ബോഡി ആയ പേടിക്കണ്ട, നമ്മുടെ ഉദയഭാനുന്റെ വണ്ടിയുണ്ട്. അല്ല, എന്റെ ഫ്രണ്ടാണ് ഉദയഭാനു, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ. സോ മെനി ലോറീസ് ആൻഡ് ട്രക്സ്. ഞാൻ പറഞ്ഞു വന്നത്, തൽക്കാലം നമ്മുടെ മാനുഫാക്ചറിങ് കുറച്ചിട്ട് ഉള്ള സ്റ്റോക്ക് വിറ്റഴിക്കാൻ നോക്കാം. അതിനുള്ള ഓർഡർ നമുക്ക് കിട്ടണ്ടേ? നമുക്ക് നോക്കാം. കല്ലായിയിൽ ഒരു ഹാജിയാരുണ്ട്, ഒരു മൂസ ഹാജി. എന്റെ ക്ലോസ് ഫ്രണ്ടാ. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. എന്റെ ഒരു കെയർ ഓഫിൽ തന്നെ അദ്ദേഹം വേറൊരു കമ്പനി ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുക. അതിന്റെ കാലാവധി തീരാറായി. ആ കോൺട്രാക്ട് തിരിച്ചിങ്ങോട്ട് ഇട്ടാ മതി. which is easily possible, you know. കണ്ടോടാ, ഒന്നും കാണാതെ ബാബുരാജ് ഇങ്ങനൊരു പ്രപ്പോസലുമായിട്ട് വരുമോ? എല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃപയാന്ന് വിചാരിച്ചാ മതി. God, God. ഊണ് കാലമായി. അയ്യോ, ഊണ് കാലിയായോ? എന്ന്. Oh. No problem. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വാസ്തവം പറഞ്ഞ എന്റെ ടോണിച്ച, ബിസിനസ് ഇപ്പൊ ഡള്ളാണ്. എല്ലാം കൂടി അങ്ങ് ഡിസ്പോസ് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ എന്താന്ന് വരെ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. ഇതൊന്ന് ഫാക്സ് ചെയ്തേക്കൂ. ശരി സർ. പിന്നെ അപ്പച്ചനായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം മക്കളായിട്ട് നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അപ്പൊ ആകെ ഒരു ഉടച്ചുവാർക്കൽ വേണ്ടി വരും. അത് തന്നെ ഞങ്ങളുടെയും തീരുമാനം. പിന്നൊക്കെ ടോണിച്ചിന്റെ സാർ, കല്ലായിന്നൊരു ഹാജിയാരെ വിളിച്ചിരുന്നു. 1 കൊല്ലത്തേക്ക് തുടർച്ചയായി പ്ലൈവുഡ് സപ്ലൈ ചെയ്യുമോ എന്ന് ചോദിച്ചു. 1 കൊല്ലത്തേക്കോ? അതെ സാർ. അത് കൊള്ളാലോ. പക്ഷേ അതിനുള്ള പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂട്ടണം. ആദ്യം ഓർഡർ പിടിക്കട്ടെ, അതല്ലേ ബിസിനസ്. ദാറ്റ്സ് റൈറ്റ്. നിങ്ങൾ ഏതായാലും കോട്ടി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. കമാൺ.